പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കസ്റ്റഡിയിലെടുത്ത 3 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. SFI യൂണിവേഴ്സിറ്റി യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ, യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രസിഡന്റ് അരുൺ എന്നിവർ ഇന്നലെ രാത്രി കൽപ്പറ്റ DYSP ഓഫീസിൽ കീഴടങ്ങുകയായിരുന്നു. മറ്റൊരു പ്രതി കൂടി പോലീസ് കസ്റ്റഡിയിലുണ്ട്. 18 പ്രതികളിലെ 8 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല യൂണിയൻ പ്രസിഡന്റ്, മാനന്തവാടി താഴേക്കണിയാരം കേളോത്ത് വീട്ടിൽ K അരുൺ, SFI യൂണിറ്റ് സെക്രട്ടറി, മാനന്തവാടി ക്ലബ്ബ് കുന്ന് സ്വദേശി അമൽ ഇഹ്സാൻ എന്നിവരാണ് ഇന്നലെ രാത്രി അന്വേഷണ ഉദ്യോഗസ്ഥനായ കൽപ്പറ്റ DYSP TN സജീവിന് മുന്നിൽ കീഴടങ്ങിയത്. ഇരുവരും സിദ്ധാർത്ഥിനെ മർദ്ദിച്ചവരും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവരുമാണ്. ആദ്യഘട്ടത്തിൽ പോലീസിന്റെ പ്രതിപട്ടികയിലുണ്ടായിരുന്ന മറ്റൊരാളെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മൂവരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കേസിൽ ആസൂത്രിതമായ നീക്കം നടന്നെന്ന കാര്യത്തിൽ ഇവരിൽ നിന്ന് നിർണായക മൊഴി പോലീസിന് ലഭിച്ചതായാണ് വിവരം. നിലവിൽ കസ്റ്റഡിയിലുള്ള 3 പേരുടെയും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ആകെ 18 പ്രതികളുള്ള കേസിൽ ഇനി 8 പേരെ കൂടി പിടികൂടാനുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘം ഇന്ന് അന്വേഷണം ഏറ്റെടുക്കും. ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന കൽപ്പറ്റ DYSP TN സജീവാണ് അന്വേഷണ സംഘ തലവൻ. കൂടാതെ മറ്റൊരു DYSPയും സംഘത്തിലുണ്ടാകും. 24 വയനാട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും അരുൺ പാറയ്ക്കൽ ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. അരുൺ, ഇന്നിപ്പോൾ പ്രത്യേക സംഘം ഈ കേസ് ഏറ്റെടുക്കുന്നുണ്ട്. ഒപ്പം ഇനി പിടിയിലാകാനുള്ള 8 പേർ, അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഇന്നലെ പിടിയിലായ കസ്റ്റഡിയിലുള്ള ഈ 3 പേരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് കൂടുതലായി പുറത്തുവന്ന വിവരങ്ങൾ? പ്രജിൻ, ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഈ പ്രത്യേക അന്വേഷണ സംഘം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇന്നിപ്പോൾ ചുമതലയേൽക്കുമെന്നതാണ്. നിലവിലെ അന്വേഷണ സംഘ തലവൻ കൽപ്പറ്റ DYSP TN സജീവ് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തെയും നയിക്കുക. പക്ഷേ വയനാട് SP നേരിട്ട് മേൽനോട്ട ചുമതല നടത്തും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കൂടാതെ മറ്റൊരു DYSP കൂടി ഈ സംഘത്തിൽ ഉണ്ടാവുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത് ആരാണ് എന്നൊരു അന്തിമ തീരുമാനം മാത്രം വന്നിട്ടില്ല. എന്തായാലും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ 3 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി കസ്റ്റഡിയിലായത്. ഇതിൽ 2 പേർ കീഴടങ്ങുകയായിരുന്നു. അത് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ യൂണിയൻ പ്രസിഡന്റായ മാനന്തവാടി താഴേക്കണിയാരം കേളോത്ത് വീട്ടിൽ അരുൺ, SFI യൂണിറ്റ് സെക്രട്ടറി, മാനന്തവാടി ക്ലബ്ബ് കുന്ന് സ്വദേശി അമൽ ഇഹ്സാൻ എന്നിവരായിരുന്നു ഇന്നലെ രാത്രി 10 മണിയോടുകൂടി സ്റ്റേഷനിലെത്തി, അതായത് കൽപ്പറ്റ DYSPക്ക് മുൻപാകെ കീഴടങ്ങിയത്. അതിനിടയിൽ തന്നെ പോലീസ് ഒരാളെ ആദ്യത്തെ 12 പേര് ഉൾപ്പെട്ട പ്രതിപട്ടികയിലുള്ള ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ആകെ 3 പേരാണ് ഇന്നലെ രാത്രി പോലീസിന്റെ കസ്റ്റഡിയിലായത്. ഈ 3 പേരുടെ കയ്യിൽ നിന്നും നിർണായകമായ മൊഴി പോലീസിന് ലഭിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഗൂഢാലോചന ഈ സംഭവത്തിൽ നടന്നു. അത് ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയായിരുന്നു. മാത്രമല്ല, ഈ വിദ്യാർത്ഥിയെ സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിച്ചത് മർദ്ദിക്കണമെന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് മർദ്ദിക്കണമെന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബെൽറ്റ് അടക്കം ഉപയോഗിച്ച്, ആയുധങ്ങളടക്കം ഉപയോഗിച്ച് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു എന്നുൾപ്പെടെയുള്ള മൊഴി ഈ പോലീസിന് പ്രതികൾ നൽകിയെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നിപ്പോൾ ഈ 3 പ്രതികളുടെയും അറസ്റ്റ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രജിൻ, ശരി, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.